തറക്കല്ലിടൽ നടക്കാൻ പോകുന്നത് 6 ദിവസം ബാക്കിയുള്ളൂ. പക്ഷെ അപ്പോഴീ സ്ഥലം ഇത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഫൈനൽ അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും കാലം എവിടെയായിരുന്നു ഈ മന്ത്രിസഭ ഉപസമിതിയും മുഖ്യമന്ത്രിയും? സത്യത്തിൽ സർക്കാർ ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നെങ്കിൽ ഈ പുനരധിവാസത്തിന് സഹായിക്കാൻ തയ്യാറായവരെ മാത്രം ശരിയായ നിലയിൽ മുഖവിലക്കെടുത്തുകൊണ്ട് അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ കാര്യത്തിലെങ്കിലും ഒരു തീർപ്പുണ്ടാവുമായിരുന്നു. വീട് കഴിഞ്ഞാൽ പിന്നെ പാലങ്ങൾ, സ്കൂളുകൾ, മറ്റ് കൺസ്ട്രക്ഷൻസ്, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പണം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയായിട്ട് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പണം സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഈ ദുരന്തത്തിന് ശേഷം സർക്കാരിൻ്റെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും മറ്റുമായിട്ട് വന്ന ആയിരക്കണക്കിന് കോടി രൂപയുണ്ട്. കേന്ദ്ര സർക്കാർ ഇതിനോടകം നൽകിയിട്ടുള്ള പണമുണ്ട്. ഇതെല്ലാം കയ്യിലുണ്ടായിട്ടും ഒരു പൈസ ചെലവഴിക്കാതെ വീട്ടുകാർക്ക് വാടക കൊടുത്തിട്ടില്ല. 3000 എത്ര മാസം കൊടുക്കാമെന്ന് പറഞ്ഞത്? ദിവസം 300, 9000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ പൈസ ഇതുവരെ കൊടുക്കുന്നില്ല. ഇതൊന്നും ആളുകൾ വാർത്തയാവാതിരിക്കാൻ, അത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രവിരുദ്ധം എന്ന് പറഞ്ഞ് ഇവർ നടക്കുന്നത്. പക്ഷേ വയനാട്ടുകാരെ എത്ര കാലം പറ്റിക്കാൻ പറ്റും? ഈ ആശാവർക്കർമാരുടെ ഇതിനകത്ത് കേന്ദ്ര ഇടപെടൽ കൂടി വേണ്ടതില്ല. കേന്ദ്രത്തിൻ്റെ പറഞ്ഞല്ലോ, കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു നിലപാടുണ്ട്. ആശാ വർക്കർമാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. പണം NHM വഴി കേന്ദ്രം നൽകുന്നതാണെങ്കിലും ശമ്പളവും മറ്റ് വേതന വ്യവസ്ഥിതിയുടെയും കാര്യത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കൊടുക്കുന്ന 2000 എന്ന് പറയുന്ന മറ്റ് വിഹിതം, ആ വിഹിതത്തിൻ്റെ കാര്യത്തിൽ വർധന ഉണ്ടാവും, അതിനു വേണ്ടിയിട്ട് നടപടികൾ ഉണ്ടാവുമെന്ന് ആരോഗ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞല്ലോ. ഇന്നലെയും പാർലമെൻറ്റിൽ അത് വ്യക്തമാക്കിയിട്ടുള്ളത്. ശശി തരൂര് ഒരു പ്രധാനമന്ത്രി അനുകൂല പ്രസ്താവന നടത്തുന്നു. സ്വാഭാവികമായി BJPയുടെ അടുക്കുന്നൊരു നിലപാടുണ്ടോ? എന്താണ്? അല്ല, BJPയുടെ അടുക്കുവോ അകലോ എന്നുള്ളതല്ല അതിലെ പ്രധാന പ്രശ്നം. അതിലെ പ്രധാന പ്രശ്നം ശശി തരൂർ ഒരു സത്യം പറഞ്ഞു. ആ സത്യത്തോടുള്ള അസഹിഷ്ണുതയാണ് റോയൽ ഫാമിലിക്കുള്ളത്. കാരണം രാഹുൽ ഗാന്ധിയും കമ്പനിയും ഈ രാജ്യം നശിച്ചു പോകട്ടെ എന്നാഗ്രഹിച്ച് ലോകം മുഴുവൻ നടന്ന് ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുകയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇന്ത്യ വിരുദ്ധ ശക്തികളുടെയും അർബൻ നക്സലുകളുടെയും കൈപ്പിടിയിൽ ഒതുങ്ങി. രാഹുൽ ഗാന്ധി ഏറ്റവും വലിയൊരു അർബൻ നക്സലാണ്, ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധനാണ്, ആൻറ്റി ഇന്ത്യനാണ് രാഹുൽ ഗാന്ധി. അത് ഇന്ത്യക്കെതിരാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യമില്ല, ഇന്ത്യയിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പില്ല, ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല. ഈ മാതിരി കള്ളപ്രചരണങ്ങൾ മതതീവ്രവാദികളും രാജ്യവിരുദ്ധ ശക്തികളും നടത്തുന്ന പ്രചാരണം രാഹുൽ ഗാന്ധി ഏറ്റുപിടിക്കുകയാണ്. രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ ആൻറ്റി ഇന്ത്യൻ, ഏറ്റവും വലിയ അർബൻ നക്സൽ. ആ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയാണ് ശശി തരൂർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളതിനെ സ്വാഗതം ചെയ്തത്. അർബൻ നക്സൽ എന്താ സംശയം? അദ്ദേഹം തുക്കടെ ഗാങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നു, വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തുന്നു. ഏറ്റവും വലിയ അർബൻ നക്സലാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അർബൻ നക്സലാണ് രാഹുൽ ഗാന്ധി. അത് പറയുന്നതിന് യാതൊരു മടിയും ഞങ്ങൾ. അല്ലല്ല, ഇന്ത്യ വിരുദ്ധ, ഇന്ത്യയുടെ പ്രതിച്ഛ ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ ഏറ്റവും നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ മനുഷ്യൻ എത്ര രാജ്യത്ത് പോയി EVM ടാമ്പർ ചെയ്യുകയാണെന്നുള്ള കള്ളപ്രചരണം നടത്തുന്നു. എന്നാൽ തെളിവ് ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഹാജരാക്കുന്നുമില്ല. നോക്കൂ, പാർലമെൻറ്റിനെ അദ്ദേഹം തടസ്സപ്പെടുന്നത് എന്തിൻ്റെയൊക്കെ പേരിലാണ്? അദ്ദേഹം ഗബ്ബർ സിംഗ് ടാക്സ് എന്നാണ് പറഞ്ഞത്, GST. ഇപ്പോൾ GST വന്നതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ നടന്നു? ആധാറുമായി ലിങ്ക് ചെയ്യാൻ, അതായത് നമ്മുടെ വോട്ടർ ID-യും ആധാറുമായി ലിങ്ക് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി അതിൽ നിലപാട് വ്യക്തമാക്കി. ഇപ്പം മാൻഡേറ്ററി അല്ല, മാൻഡേറ്ററി ആക്കണം എന്ന് പറഞ്ഞു. എന്താ രാഹുൽ ഗാന്ധിയുടെ സ്റ്റാൻഡ്? എല്ലാ വിഷയങ്ങളിലും രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധിയോളം വലിയൊരു അർബൻ നക്സൽ ഇന്ത്യയിൽ വേറെയില്ല.